ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉപ്പൂറ്റി വിണ്ടുകീറലിനുള്ള ഒരു ഹോം റെമഡിയാണ്. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എല്ലാവർക്കും. ഉപ്പൂറ്റി വിണ്ടുകീറൽ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര വേദനയായിരിക്കും അതിങ്ങനെ വിണ്ടുകീറിയിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുക. അപ്പോൾ കാല് നല്ല സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ ഈ വിണ്ടുകീറൽ മാറിയിട്ട് നല്ല ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് രാത്രി പുരട്ടിക്കെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ 3 ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് തൈര് എടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയാണ് വേണ്ടത്. അതായത് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടാൽ മതി. നിങ്ങൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി പുറത്ത് നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. എല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് പച്ച മഞ്ഞൾ അരച്ചതുണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. ഇനി നമ്മളിത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു വാട്ടറി ആയിട്ടാണ് ഉണ്ടാകുക. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ വിണ്ടുകീറലുള്ള ഭാഗത്ത് നന്നായി ഇതൊന്ന് തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കാലിൻ്റെ ഏതെല്ലാം ഭാഗത്താണ് ഉള്ളതെന്ന് വെച്ചാൽ ചിലർക്ക് വിരലിൻ്റെ അടുത്തെല്ലാം നന്നായിട്ടുണ്ടാവും. അപ്പോൾ നന്നായി അതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം രാത്രി കിടക്കുമ്പോൾ തേച്ചാൽ മതി. എന്നിട്ട് രാവിലെ ഇത് സാധാ നമ്മളെ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. ഇത് നല്ലൊരു ആശ്വാസം കിട്ടും. അതിൻ്റെ വേദന കുറയാനും അതേപോലെ തന്നെ നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആവാനും ക്ലിയർ ആവാനും സഹായിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. പിന്നെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന സാധനമെല്ലാം എല്ലാവരുടെ വീട്ടിൽ എന്നും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അത് അറിയിക്കണം. അത് ബാക്കിയുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കണ്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.